ഗൈസ്, അപ്പോൾ ഞങ്ങൾ ജുമാ മസ്ജിദിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കൂടത്തി വന്നതാണ്. അപ്പോൾ പുള്ളി ഹോട്ടലിലെ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്. അവിടുത്തെ അപ്പോൾ നമ്മൾ എല്ലാം കാണിച്ചു തരാമെന്ന് നമ്മൾ വിളിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ജുമാ മസ്ജിദിലോട്ട് പോകുന്ന വഴിയാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിൻ്റെ അവിടുന്ന്. 10 മിനിറ്റുള്ളിൽ ഞങ്ങളവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ജുമാ മസ്ജിദ് എത്തിയിട്ടുണ്ട്. അതായത് വണ്ടിയിൽ നിന്ന് തന്നെ ഷോയിലൂടെ ഞങ്ങൾ അപ്പർ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ ശരിക്കും. ഞങ്ങൾ ഇപ്പോൾ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലോട്ട്, അതായത് ഫുഡ് സ്ട്രീറ്റിലോട്ട് നമ്മൾ പോകാൻ പോകണം ഗൈസ്. ഓക്കെ, ജുമാ മസ്ജിദിലെ തിരക്കുണ്ടോ? ഹെവി റഷാണ് ഇവിടെ. ഇവിടെയും മാർക്കറ്റുകളുണ്ട്. റോഡ് ഇവിടെയും സ്ട്രീറ്റ് ഷോ ഡ്രസ്സിൻ്റെയൊക്കെ മാർക്കറ്റുകളുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ജമാ മസ്ജിദ്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുക. നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ക്ലോസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള പിക്കാണ്. നമ്മൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് बैक साइड है फ्रंट साइड है बैक है ना उधर दूसरा साइड पे जाना है फ्रंट साइड के लिए अच्छा അപ്പം ജമാ മസ്ജിദ് നമ്മളിപ്പോൾ അതിനകത്ത് കയറുന്നില്ല നമ്മളിപ്പോഴത്തെ ഫുഡ് സ്ട്രീറ്റിലാണ് അറിയാൻ പോകുന്നത് ഇവിടെ അത് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ നമ്മളകത്ത് കയറി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ അകത്ത് എൻ്റർ ചെയ്യാൻ പോകുന്നത് ഗൈസ് നമ്മൾ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ജമാ മസ്ജിദ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി ഇവിടുത്തെ അകത്തൊരു അതാണ് ഫുഡിൻ്റെ സലീമിനെ വിളിക്കാൻ വേണ്ടി ഞങ്ങളെ പാചകം ഖുറൈശി കബാബ് വരെ പോയിട്ട് തിരിച്ചു ഓക്കെ നമ്മൾ ഫസ്റ്റ് ഖുറൈശി കബാബ് അത് മുന്നിലോട്ട് കയറാം അതാണ് ആ സ്ട്രീറ്റിനകത്ത് എന്തായാലും വലിയ പരിപാടികൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യും നോൺ വെജ് കഴിക്കുന്നവരാണ് എന്തായാലും ഇവിടെ വന്നത് ഫുഡ് കഴിച്ചിട്ടേ പോകുന്നത് നോൺ വെജ് കഴിക്കുന്നത് ഇവിടെ കാര്യം പറഞ്ഞത് നോൺ വെജ് വിത്തൗട്ട് വെജിറ്റേറിയൻ കഴിക്കുന്നവർ ഒരിക്കലും ഇവിടെ വരുന്നത് ഓർഡർ ഗൈസ് അപ്പോൾ ഞാൻ ഖുറൈശി കബാബിൽ എത്തിയിരിക്കുകയാണ് ഖുറൈശി കബാബ് അപ്പോൾ നമ്മൾ കബാബ് മാത്രം കഴിക്കണം വേറെ കബാബ് മാത്രം കഴിക്കണം കബാബ് കഴിഞ്ഞ സ്ഥലമാണോ ഖുറൈശി കബാബിന് ഗൈസ് ഖുറൈശി കബാബിന് ഒരു ചിക്കൻ കബാബും ഒരു പ്ലേറ്റ് ചിക്കൻ കബാബും ഒരു പ്ലേറ്റ് മട്ടൻ കബാബും കഴിച്ച് ഇവിടുത്തെ ഫേമസ് ഒരു കബാബ് കോർണറാണ് ഖുറൈശി കബാബ് 2 പ്ലേറ്റ് 500 രൂപയാണ് 250 250 300 പ്ലസ് 550 അപ്പം ഡൽഹിയിൽ വരികയാണെങ്കിൽ ഖുറൈശി കബാബ് ഓക്കെ ഗൈസ് ഖുറൈശി കബാബിന് ഇവിടെ പോവാണ് ഗൈസ് ഞങ്ങളടുത്തത് നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട് ചിക്കൻ ബിരിയാണി അപ്പോൾ അവിടെ പോകാനുള്ള പരിപാടി ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഈ ഏരിയയിൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ഫുഡിൻ്റെ ഒരു കലവറയെന്ന് പറയാം ജുമാ മസ്ജിദിൻ്റെ ഫസ്റ്റ് നമ്പർ ഗേറ്റിൽ വന്നാലേ ഉള്ളൂ ഈ എൻട്രൻസിൽ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ 10-12 ഗേറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് നമ്പർ ഗേറ്റിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോയിൽ വരുവാണെങ്കിൽ ഫസ്റ്റ് നമ്പർ ഗേറ്റിൻ്റെ സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് പോകാം ഇവിടുത്തെ റൊട്ടിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാകിസ്ഥാൻ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന അഫ്ഗാൻ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന റൊട്ടിയാണ് അപ്പോൾ ഇതുവഴി നടക്കാൻ പറ്റത്തില്ല ആളെ നോക്കിയില്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ ഇടിച്ച് ആ രീതി ഓക്കെ ഗൈസ്
ഗൈസ്, അപ്പോൾ ഇവിടുത്തെ തിരക്കിന് നമുക്ക് ഒരു ഇതുമില്ല. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ആളെ കൂട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കാണ്. ചിക്കൻ കബാബും മട്ടൻ കബാബും ഞങ്ങളിപ്പോൾ കഴിച്ചു. നല്ല കബാബാണ്. ഇവിടെയും ബാക്ക് സൈഡിലും വലിയ തിരക്കാണ്. കട്ട് ചെയ്ത് മറിക്കുക ഗൈസ്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കലവർ തന്നെയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഗൈസ്. ഈ സൈഡിലും ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സിന്. ഭയങ്കര വിലയാണ്. ഈ അൽ തഹൂർ ഡേറ്റ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിൻ്റെ മെയിൻ ഫുഡ് കോർണർ സ്ട്രീറ്റിലോട്ട് കയറുവാണ് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഫുഡിൻ്റെ മെയിൻ ഏരിയ. ഇവിടെ എല്ലാം കബാബ്സ്. അപ്പോൾ നിങ്ങളിവിടെ വന്നാൽ ഫസ്റ്റ് നമ്പർ ഗേറ്റിൽ വരണം കേട്ടോ. ഫസ്റ്റ് നമ്പർ ഗേറ്റിൽ വന്നാലേ ഉള്ളൂ നമുക്ക് ജുമാ മസ്ജിദിലെ ഫസ്റ്റ് നമ്പർ ഗേറ്റിൽ വന്നാലും നമുക്കിവിടെ എത്താൻ പറ്റും. എല്ലാം നമ്മളിട്ട് കറക്റ്റ് ഫോട്ടോക്കാർ. അപ്പോൾ അത് നോക്കിയേ വരാവുള്ളൂ. ഇത് ജുമാ മസ്ജിദിൻ്റെ ഇവിടെ വെറൈറ്റി ഫുഡുകളാണ് മൊത്തം. വെറൈറ്റി സ്വീറ്റ്സ്, ചിക്കൻ, മട്ടൻ, हलीम अंदर करीम होटल। इधर करीम होटल है अंदर, फेमस है। नहीं आगे करीम होटल है अंदर गाइस. അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിൻ്റെ മെയിൻ ഫുഡ് സ്ട്രീറ്റിൽ കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഫുള്ള് ഫുഡ് സ്ട്രീറ്റാണ്. അപ്പം നമ്മൾ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളെ കൊണ്ട് ഇടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ നമ്മൾ ക്യാമറ എൻ്റെ ഫോണിപ്പോൾ താഴത്ത് കയ്യിൽ വണ്ടി ഒരാൾ ടിക്കി നോക്കിയത്. നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ ഫോണെല്ലാം താഴെ പോകുന്നുണ്ട്. മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റാമെന്ന് ഞാൻ വീഡിയോ കവർ ചെയ്യാം. ബാക്കി ഇവിടെ ആൾക്കാർ സൺഡേ അല്ലേ, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ആളെ കൊണ്ട് ഇടിച്ചിട്ട് നടക്കാൻ പറ്റും. അതുപോലെ വെറൈറ്റി ഫുഡ്സാണ് ഇവിടെ പോകുന്നത്. ഫുഡ്സ്, സ്വീറ്റ്സും എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ 2 കബാബ് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറിനാണ്. ബാക്കി നോക്കാം. വെറൈറ്റി സ്വീറ്റ്സ് ആണ്. എന്താണ് ഉള്ളത് അതിൻ്റെ പേര്? ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ ആളെ കൊണ്ട് ഇടിച്ചിട്ട് നടക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കാണ് ഗൈസ്. അപ്പം ശനി ഞായർ ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇട ദിവസങ്ങളിൽ വന്ന് സുഖമായിട്ട് കഴിച്ചിട്ട് വലിയ തിരക്കില്ലാത്ത രീതിയിൽ കഴിച്ചിട്ട് പോകാൻ പറ്റും. മുഹമ്മദ് ഹുസൈൻ്റെ ഒരു ചിക്കൻ സ്റ്റാളാണ്, ചിക്കൻ ഫ്രൈ. നമ്മളീ പുള്ളിയെ ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ പുള്ളിയെ കാണാണ്ട് പുള്ളി റിവ്യൂ ചെയ്യുന്നു. ചിക്കൻ വറക്കണം, ചിക്കൻ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ചിക്കൻ്റെ ഒരു ഇത് തന്നെ പുള്ളി തന്നെ നല്ലതായിട്ട് മിക്സ് ഒക്കെ ചെയ്തിട്ട് പുള്ളി തന്നെ മസാലയൊക്കെ പുരട്ടി ഓൺ ദ സ്പോട്ടിൽ ചെയ്യുന്നതാണ്. ഈ പുള്ളിയെ അറിയായിരിക്കും, യൂട്യൂബിലൊക്കെ നോക്കിയാൽ യൂട്യൂബിൽ ഫേമസ് ആണ് ഈ പുള്ളി. ഇവിടെ പുള്ളി തന്നെ ചിക്കൻ്റെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. പുള്ളി അവിടെ ഇരുന്ന് ഓർഡറിനനുസരിച്ച് പുള്ളി തന്നെ ഫേമസ് ഒരു ചിക്കൻ സ്റ്റാളാണ് ആജി മുഹമ്മദ്, അങ്ങനെ പേര്. കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറാണ്. ഫേമസ് ഒരു ചിക്കൻ സ്റ്റാളാണ് ഹാജി മുഹമ്മദ് ഹുസൈൻ അല്ലേ? ഹാജി മുഹമ്മദ് ഹുസൈൻ. വാ അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഇത് സർബത്താണ്, എന്തോ സർബത്താണ് അത് കഴിച്ചുകൊണ്ടിരിക്കുക. അറബിയാണ് അത് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു പുള്ളിയെ കണ്ട് ഓയ് ആലം 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 ഭായ് ആലം. അപ്പോൾ മൊഹബത്ത്, ഇതിൻ്റെ പേര് മൊഹബത്ത് സർബത്ത്. നമ്മളപ്പോൾ ഒരു മൊഹബത്ത് സർബത്ത് കുടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മളൊരു മൊഹബത്ത് സർബത്ത് കുടിക്കാൻ പോകാറ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ദുബായിൽ അല്ല ജുമാ മസ്ജിദിൽ വന്നിട്ട് മൊഹബത്ത് സർബത്ത് കുടിക്കാൻ പോകാം.
കോരി കുടിക്കുന്നതല്ലേ? കോരി കുടിക്കുന്ന കേസ്. അപ്പം ഞങ്ങൾ മുഹമ്മദ് സർബത്ത് മേടിക്കുകയാണ് കേസ്. ഇത് ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണെന്ന് പറയുന്നത് മുഹമ്മദ്. അതായത് സ്നേഹത്തിൻ്റെ സർബത്ത് എന്നാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സർബത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മുഹമ്മദ് സർബത്ത് ഇവിടെ നിന്ന് കുടിക്കുന്നത്. സെർവ് ചെയ്ത ആണെങ്കിൽ അറബിയാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, അറബി ഹോട്ടലൊക്കെ തരുന്നതൊക്കെ ചിക്കൻ ചെറിയ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ആലമ്പായാണ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മുടെ ഫ്രണ്ടാണ് ഒരു ഗൈഡായിട്ട് നമ്മളിന്ന് ജുമാ മസ്ജിദിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആലമ്പായാണ്. അപ്പം ആലമ്പായുടെ കൂടെ ഞങ്ങൾ ചെറിയ വഴി കൂടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നു. നല്ല ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം ബിരിയാണി ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ബിരിയാണി എന്ന് നോക്കാം. വേണ്ടി സ്വന്തം ഇവിടെ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൻ്റെ അത് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം വേറൊരു ഗലിയിലോട്ട് കയറി നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് ഫുഡ് സ്ട്രീറ്റ് കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ആലമ്പായി കഴിഞ്ഞാൽ ആലമ്പായി ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു. ഫൈനലി ബിരിയാണി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല സൂപ്പർ ബിരിയാണിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു കഴിച്ചിട്ടില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, മുഹമ്മദ് തൗഫീഖ് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് ഗൈസ്. ബിരിയാണി ഞാനൊരു 100 ഗ്രാമേ കഴിച്ചുള്ളൂ. ചെറിയ ബിരിയാണി കടയാണ്, പക്ഷേ ടേസ്റ്റാണ് ബിരിയാണി. ഓക്കെ, തിരക്കിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. പെർഫ്യൂം എവിടെ ഉണ്ടാ? നീ തിരക്ക് കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുഡ് സ്ട്രീറ്റാണ് മൊത്തം. ഫുഡ് സൈഡിൽ ഫുള്ള് ഫുഡിൻ്റെ കലവറയും നടുക്ക റോഡും. ആ ചെറിയ റോഡിലൂടെ നമുക്ക് നടക്കാൻ പോലും ഇടയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ മയൂരി ഓട്ടോ കൊണ്ട് നിറഞ്ഞിരിക്കണം. മയൂരി ഓട്ടോറിക്ഷ. മട്ടൻ്റെ ലെഗ് കട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ചിക്കൻ ബാർബിക്യൂ ആട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും കഴിക്കും. पहले से ऐसे ठीक है, फूड का है, ठीक है। मस्जिद की वजह से हाँ, ये यहाँ पे फेमस हो गया। अच्छा, ये जमा मस्जिद है ना, इंडिया का सबसे बड़ा मस्जिद है ना। हाँ, इस वजह से यहाँ पे टूरिस्ट भी आते हैं। यहाँ पे मतलब होटल भी है, फेमस फूड का होटल भी है खाने के लिए। जैसे चिकन हो गया, चिकन टिक्का हो गया, नारी हो गया। मतलब मुस्लिम एरिया पूरा मुस्लिम एरिया। नॉन वेज खाने वाला आ सकते, मतलब नॉन वेज बिना वेजिटेरियन खाने आएगा नहीं, वेजिटेरियन आएगा तो वेजिटेरियन मिलेगा यहाँ पे। ज़्यादातर आपको नॉन वेज ही मिलेगा, वेजिटेरियन तो मिलेगा नहीं। सारा आप यहाँ पे जितने भी सब नॉन वेज ही। दाल फ्राई वगैरह नहीं मिलेगा यहाँ पे नहीं, मतलब यहाँ इस एरिया से बाहर जाओ मिल जाएगा, लेकिन इस एरिया में नहीं मिल पाएगा। नहीं मिल पाएगा ना। यहाँ पे फेमस आइटम है सारे। मतलब ये देखो, असलम चिकन 1 साल पे पूरा असलम चिकन हमने खाने के लिए असलम का चिकन हमने खाया कल। असलम का चिल्ली चिकन हमने कैसे है असलम। अच्छा, ഇവിടുന്ന് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് മിൽക്കിൽ ചെയ്തേക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു, മിൽക്കിൽ. അപ്പോൾ ഒരെണ്ണം മേടിച്ച് കഴിക്കാം. ഒരു ചെറിയ പീസ് മേടിച്ച് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ കഴിച്ച് മടുത്തു. यहाँ पे जो बंदे आते हैं ज़्यादातर टूरिस्ट होता है। जैसे यहाँ पे खाने के लिए फूड हो गया, फेमस हो गया यहाँ पे आपका करीम होटल। उसके बाद एल जब्बार। उसके बाद एक आता है आपका मोहम्मद हुसैन चिकन फ्राई, हाजी मोहम्मद हुसैन सामने अभी का देखा ना। उसके बाद इसके आगे आपको पड़ेगा असलम चिकन। चिकन चिकन रोस्टेड होता है, बहुत बढ़िया होता है। यहाँ का 3-4 चीज़ जो होता है फेमस है खाने के लिए। और ऑल ओवर हिंदुस्तान का सबसे बड़ा मस्जिद जामा मस्जिद है इधर। यहाँ पे टूरिस्ट एरिया भी, यहाँ पे होटल भी है। इस चक्कर में आपको यहाँ पे इतना ज़्यादा भीड़ बढ़ाता। भाई आपको कुछ बोल सकते हो? कैसे लग रहे हैं? गुड फूड है। ये क्या खा रहे हैं भाई आपने, है बताओ। और ये पुल पॉइंट हमारा है, ट्रेडमार्क है हमारा इधर सब जगह।
जाएंगे पेट मार पाओगे लोगों को यूट्यूब में डालेगा सब आएगा यूट्यूब में डालेगा ये सब आएगा ये वाला ये छोटा है बड़ा है अब क्या मैं ही आया क्या 3 बजे अब आया 4 बजे आया जो बोलने था क्या സലീം ഭായി ആലം ഭായി വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ജുമാ മസ്ജിദിൽ നിന്ന് ഇവിടെയാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞ് നല്ല അതിന് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാനുള്ള സ്പേസ് എൻ്റെ വയറില്ല. സലീംബായുടെ സ്പേസ് വയറിന് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ എങ്ങനെയും എസ്കേപ്പ് ആവുക. കാര്യം ഗേറ്റ് നമ്പർ 1 വരണം. 1 വന്നാലേ ഇവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആലമ്പായി കൂടെ സലീം ബ്രോ. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. റൂമിലോട്ട് പോകണം. ടൈം എത്ര മണി വരെ പക്ഷേ ഇവിടെ ഭയങ്കര അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വണ്ടി വിളിച്ച് നേരെ ഹോട്ടലിൽ ഫൈനലി അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ജുമാ മസ്ജിദിൽ പോയി വീഡിയോ എടുത്ത് നല്ല ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല എൻജോയ് ചെയ്തു. പക്ഷെ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഇല്ല. വയറ് നിറഞ്ഞു. ഇപ്പം തന്നെ വയറ് നിറഞ്ഞു. അപ്പം ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. കാര്യം ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര മൊബൈൽ ഫോൺ താഴെ പോയി പെട്ടെന്നായിരുന്നു ഒരു പെണ്ണ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചെൻ്റെ ഫോൺ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് നമ്മളിവിടെ വന്ന് ആലമ്പാക്കി പുള്ളിക്ക് പെട്ടെന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങൾ റൂമിൽ കയറുന്നതിന് മുമ്പ് ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് വന്നു ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോടെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ജുമാ മസ്ജിദിൽ പോയിട്ട് ഭയങ്കര ടേസ്റ്റ്. അവിടുത്തെ ഇരിക്കുന്ന സാധനം കണ്ട് വായിക്കൂടെ വെള്ളം ഒഴുകുമായിരുന്നു. എന്ത് കഴിക്കണമെന്നല്ല, കഴിക്കുന്ന നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. കഴിക്കുന്ന എന്ത് സാധനം കഴിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു ചിക്കൻ കബാബും കഴിച്ച് മട്ടൻ കബാബും കഴിച്ച് ഒരു ചെറിയ ബിരിയാണിയും കഴിച്ചപ്പോൾ 100 ഗ്രാം ബിരിയാണിയും കഴിച്ചപ്പോഴത്തേന് എൻ്റെ വയറ് നിറഞ്ഞു. ഒരു ജ്യൂസും കുടിച്ചു. പിന്നെ ബാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിന് സ്പേസ് വേണ്ടേ? ഇല്ല. അപ്പം ഞാൻ സലീമിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അവിടെ കറങ്ങാനുള്ള ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അവിടെ അതിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളവിടെ നിന്ന് പോകുന്നു. ഇപ്പം റൂമിലെത്തി. റൂമിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് സ്റ്റേ ചെയ്യുകയാണ്. കഴിഞ്ഞിട്ട് ഇപ്പം റൂമിൽ കയറി കഴിയുമ്പോഴത്തേന് ബാക്കിയുള്ള വീഡിയോ ഇതിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.